ഹായ് ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നൊരു സ്നാക്ക് ഉണ്ടാക്കിയല്ലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉറപ്പായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ച് ഒരു വട ഉണ്ടാക്കിയല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് വട. നമ്മളെപ്പോഴും ചെറുപയർ വട ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ പൊതുവെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് ചെറുപയർ വട. അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പരിപ്പ് വട. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഗ്രീൻ പീസ് വട. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കടല വടയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നീതാസ് ടേസ്റ്റ്ലാൻഡ് കടല വട എന്ന് സെർച്ച് ചെയ്തോളൂ, അത് കിട്ടും. അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണിതും. 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗ്രീൻ പീസ് വട തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് ഗ്രീൻ പീസ് ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കുഴഞ്ഞു പോകുന്ന രീതിയിലല്ല വേവിച്ചെടുത്തിരിക്കുന്നത്. ഞാൻ ഒരു വിസിൽ വരുന്നത് വരെയാണ് കുക്കറിൽ വേവിച്ചെടുത്തത്. ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുള്ളതാണ്. അതിലേക്കായിട്ട് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. നമ്മുടെ പത്തിരിയുടെ ഭാഗത്തിലുള്ള അരിപ്പൊടി. അരിപ്പൊടിക്ക് വരെ നിങ്ങൾക്ക് കടലമാവോ മൈദപ്പൊടിയോ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അരിപ്പൊടി എടുത്തു എന്നേയുള്ളൂ. അപ്പോൾ ഗ്രീൻ പീസ് വേവിച്ചിട്ട് തന്നെ എടുക്കുക. വേവിക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ വേവിച്ച ഗ്രീൻ പീസ് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഗ്രീൻ പീസിൽ വെള്ളമൊന്നുമില്ല കേട്ടോ. വെള്ളം മാറ്റിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ആദ്യം നമ്മൾ ഗ്രീൻ പീസിൻ്റെ കൂടെ അരയ്ക്കുന്നത് ഒരു പീസ് ഇഞ്ചി. നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി ഉണ്ടല്ലോ, ആ ഇഞ്ചി. അതുപോലെ തന്നെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർക്കുക. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളകാണ് ആദ്യം ചേർക്കുന്നത്. അതിനുശേഷം മിക്സ് ചെയ്തിട്ട് എരിവ് കറക്റ്റ് ആണില്ല, കുറവാണെന്നുണ്ടെങ്കിൽ 1 പച്ചമുളകും കൂടി ചേർക്കാം. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 3 പച്ചമുളക് ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകമാണ് വലിയ ജീരകം, നമ്മുടെ ചെറിയ ജീരകം ചേർക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. 1-2 പ്രാവശ്യമായിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്താ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ തരികളുള്ള രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കുന്ന അരിപ്പൊടിയുടെ അല്ലെങ്കിൽ കടലമാവിൻ്റെ അളവ് കൂടുതലായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കാതെ മാക്സിമം അരച്ചെടുക്കാൻ നോക്കുക എന്ന് പറയുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയി. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണമായിരുന്നു. അപ്പോൾ കുറച്ച് കറിവേപ്പില, ബാക്കിയിരിക്കുന്ന ഗ്രീൻ പീസ് ഇത്രയും ചേർത്ത് വീണ്ടും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രീൻ പീസും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ടൊന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില നമ്മൾ അരച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്കൊന്ന് കാണാൻ ഭംഗിക്കും ആ കടിക്കാൻ കിട്ടാനൊക്കെ ആയിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവോളയ്ക്കും അരിപ്പൊടിക്കും അല്ലെങ്കിൽ കടലമാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കുക. ഗ്രീൻ പീസിൽ വെള്ളമുണ്ട്, കുഴഞ്ഞു പോയിട്ടാണ് ഗ്രീൻ പീസ് വെന്ത് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് അരിപ്പൊടി ചേർക്കേണ്ടി വരും. അപ്പോൾ ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുറച്ചിട്ട് വേവിക്കുക എന്നുള്ളതാണ്. വെള്ളം കുറച്ച് അധികം കുക്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾ എടുക്കുന്ന ഗ്രീൻ പീസ് ഓവർ കുക്കായി പോകുന്നതാണെങ്കിൽ ചട്ടിയിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗ്രീൻ പീസിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള ചേർത്ത് കുഴച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കടലമാവാണെങ്കിലും മൈദപ്പൊടി ആണെങ്കിലും അല്ല അരിപ്പൊടി ആണെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ പിടിക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ പിടിക്കാൻ കിട്ടണം. ഇതിപ്പോൾ ഒന്ന് പൊടിഞ്ഞു പോവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് പൊടികളൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ പൊടികൾ ചേർത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റണം. അതാണ് നമ്മുടെ മിക്സിൻ്റെ പാകം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുകയാണ്. നിങ്ങൾക്ക് കടലമാവാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കടലമാവ് ചേർക്കാം കേട്ടോ. അല്ല മൈദപ്പൊടിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർക്കാം. ഏതാണോ താല്പര്യമുള്ളത് അത് ചേർക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കുഴച്ചിട്ട് ഒന്ന് പിടിച്ച് നോക്കുക കറക്റ്റായിട്ട് ഷേപ്പാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. നമുക്കിത് വടയുടെ ഷേപ്പിലാക്കാം, ബോൾ ഷേപ്പിലാക്കാം, എങ്ങനെ വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തുമ്പോൾ ചെറുതായിട്ട് പൊട്ടുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുഴച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൈ ഒന്ന് നനച്ചിട്ട് വേണം ഓരോ പ്രാവശ്യവും ഈ മിക്സ് ഉരുട്ടിയെടുക്കാനായിട്ട്. നിങ്ങളുടെ ഗ്രീൻ പീസിൽ വെള്ളം കൂടുതലാണെങ്കിൽ കൈ നനയ്ക്കണ്ട കേട്ടോ. നനയ്ക്കാതെ തന്നെ അല്പം എണ്ണ തടവിയതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം.
അതിനുശേഷം പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൈ നനച്ചിട്ടാണ് ഷേപ്പാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ പൊരിച്ചെടുക്കാം കേട്ടോ. ഏത് വെജിറ്റബിൾ ഓയിലോ ആണെങ്കിലും പൊരിച്ചെടുക്കാം. ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അരിപ്പൊടി മാത്രം ചേർത്തിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. ഇപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മൈദപ്പൊടി ചേർക്കുന്നതാണെങ്കിൽ അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു പൊടി ചേർത്താൽ മതി. അപ്പോൾ അരിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ മാത്രം ചെറിയൊരളവിൽ ഒരു 1-1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർക്കുക. കടലമാവാണെങ്കിൽ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഷാലോ ഫ്രൈ ചെയ്യാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചേർത്തിട്ടുള്ള പൊടികളും അതുപോലെ തന്നെ സവോളയൊക്കെ മാത്രമേ കുക്കാവാനുള്ളൂ. ബാക്കിയുള്ളതൊന്നും കുക്കാവാനില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഓരോ വടയും ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ വെച്ച് കൊടുക്കാനായിട്ട്. ഒരുപാട് തിക്കായിട്ട് ഉണ്ടാക്കരുത്, ഒരുപാട് തിന്നായിട്ട് ഉണ്ടാക്കരുത്. ചെറിയൊരു തിക്നെസ്സിൽ മാത്രം ഉണ്ടാക്കുക. നമ്മുടെ പരിപ്പുവടയൊക്കെ പോലെ തന്നെ ചെറിയൊരു തിക്നെസ്സിൽ ഉണ്ടാക്കുക. പിന്നെ ഗ്രീൻ പീസ് പച്ചയ്ക്ക് അരച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കടിച്ചു പൊട്ടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു വട. ഗ്രീൻ പീസ് ഭയങ്കര ഹാർഡായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചിട്ട് വട ഉണ്ടാക്കുന്നത്. എണ്ണ എല്ലാ ഭാഗത്തേക്കും ചെല്ലുന്ന രീതിയിൽ ഒന്ന് അനക്കി കൊടുക്കുക. ഞാനിപ്പോൾ 4 എണ്ണമാണ് ഒരു സമയത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അധികം ഒരുമിച്ചിട്ട് കൊടുക്കുന്നില്ല. പിന്നെ 2-3 ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ പിന്നെ ഒരു മസാല ഫ്ലേവറൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ മസാല ഫ്ലേവറിന് പകരം നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പെരിഞ്ജീരകം ചേർത്തിട്ടുള്ളത്. നമ്മൾ പരിപ്പുവടയിലാണെങ്കിലും പെരിഞ്ജീരകമാണ് ചേർക്കാറുള്ളത്. ഇനി നമുക്കിത് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ബാക്കിയുള്ളതെല്ലാം തിരിച്ചു വെച്ച് കൊടുക്കാം. ഇനി ഈ സൈഡും കൂടി ഒന്ന് കുക്കായി ഒന്നുകൂടി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി അധികം എണ്ണ ഒഴിക്കണ്ട കേട്ടോ. അടുത്ത ബാച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഈ എണ്ണ തന്നെ മതി. ഇതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇടയ്ക്കൊന്നും എല്ലാ സൈഡിലേക്കും ഒന്ന് തിരിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുക്കായി വന്നോളും. അപ്പോൾ എണ്ണ ഇല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാൻ ഒന്ന് തിരിച്ചൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണ എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും. അപ്പോൾ വളരെ ഈസി അല്ലേ, എല്ലാവർക്കും ഉണ്ടാക്കാമല്ലോ. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു വടയാണ്. നിങ്ങൾ എന്തായാലും ഗ്രീൻ പീസ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു വട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ പച്ചമുളകിന് പകരം വറ്റൽമുളക് ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ മൊത്തത്തിലൊരു പച്ച കളർ കിട്ടും നമ്മുടെ വടയ്ക്ക്. അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാതിരുന്നത്. പിന്നെ കളർ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത സൈഡിലേക്ക് വീണ്ടും ഒന്നുകൂടി തിരിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ആയിക്കഴിയുമ്പോൾ നമുക്കിത് മാറ്റാം. നമ്മുടെ വടയെല്ലാം ഇതാ ഈ ഒരു കളറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയിൽ നിന്നെന്ന് പറയാനില്ല, നമ്മുടെ പാനിൽ നിന്ന് മാറ്റാം. കണ്ടോ, ഇതാ ഈ ഒരു ഷെയ്ഡായിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വടയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. മാത്രം വെച്ചാൽ 1 എണ്ണം ഉണ്ടാക്കിയുള്ളൂ ഇത്രയും ഗ്രീൻ പീസിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ അരച്ചെടുക്കുന്ന പാകം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഇതുപോലെ വട ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും ഒരു ചേഞ്ച് ആയിരിക്കും. നമ്മൾ സാധാരണ എപ്പോഴും പരിപ്പുവടയൊക്കെ അല്ലേ കഴിക്കുന്നത്. പരിപ്പുവടയും പഴംപൊരിയൊക്കെ കഴിക്കുന്നതിൽ നിന്ന് ചേഞ്ചായിട്ട് ഒന്ന് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഗ്രീൻ പീസ് കറക്കി ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ 1/2 കപ്പോ 1/4 കപ്പോ ഗ്രീൻ പീസും കൂടി കൂട്ടി ചേർത്ത് വേവിക്കുക. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കിതുപോലെ ഗ്രീൻ പീസ് വട ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്കായി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇത് ഉണങ്ങിയ ഗ്രീൻ പീസ് അല്ലാതെ നമ്മുടെ ഫ്രഷ് ഗ്രീൻ പീസും ഫ്രോസൺ ഗ്രീൻ പീസും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഏതാണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ചെയ്യുകയാണെങ്കിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.